2018 മോഡൽ ബലേനോ ഫുൾ ഓപ്ഷൻ ആണ്. ബലേനോ സീറ്റ 4 ഓട്ടോമാറ്റിക് ആണ്, ഡീസലാണ്. 2021 മോഡൽ, വെറും 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2020 മോഡൽ ടാറ്റ നെക്സോൺ ആണ്. XM എന്ന് പറഞ്ഞ വേരിയന്റ്, പെട്രോൾ വണ്ടി. 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ. ഹായ് ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാം സ്വാഗതം. അപ്പൊ ഞാൻ എന്നുള്ള ട്രിവാൻഡ്രം കഴക്കൂട്ടത്തുള്ള കാർട്ടിങ്ങിലാണ്. ഞാൻ ഓൾറെഡി ഇവിടെ ഒരു 3 മാസം മുമ്പ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് അവിടെ ഇത്ര കളക്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ എടുക്കാനാണ് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 50 കാറിന് പുറത്തുണ്ട് ഇവിടെ. എന്തായാലും നമുക്ക് ആദ്യം പോലെ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാം. എത്രയൊക്കെയാണ് റേഞ്ചുകൾ, ചെറിയ കാറുകൾ മുതൽ വലിയ കാറുകളുടെ ഇഷ്ടം പോലെ വെറൈറ്റി കാറുകൾ. അപ്പൊ എത്രയാണ് ഇതിന്റെയൊക്കെ റേറ്റും കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് ഇവിടുത്തെ ഓണറിന് എടുത്ത് പോകാം. അപ്പോൾ ഓണർ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ബിരിയാണി ചേട്ടൻ ഇപ്പൊ അകത്ത് ഇട്ടുണ്ട്, പുള്ളിയെ വിളിച്ച് നമുക്ക് എത്രയാണ് ഇതിന്റെ റേറ്റ് എന്നൊക്കെ നോക്കാം. വാ വീഡിയോക്കകത്ത് പോകാം. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് ഇവിടുത്തെ ഓണറിനെ തന്നെ പരിചയപ്പെടാം. ബിനുരാജ് ചേട്ടൻ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ ഇഷ്ടംപോലെ വർഷം വന്നിട്ടുണ്ട്. അപ്പം പുള്ളിയോട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഇവിടെ ഏതൊക്കെ കാറാണ്, ഏതൊക്കെ വെറൈറ്റിയാണ് ഇവിടെ ഉള്ളതെന്ന്. അപ്പോൾ പുള്ളിയെ കൊടുക്കാം. ചേട്ടാ, റേഞ്ച് പോലെ ഇത്ര റേഞ്ച് വരെ ഉണ്ടെന്നാണ് നമ്മളിൽ ഇപ്പോൾ ഇവിടുത്തെ ഷോറൂമിൽ സ്റ്റാർട്ടിങ് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ടുള്ള വണ്ടികളാണ് ഉള്ളത്. 1 ലക്ഷം രൂപ മുകളിലോട്ട് തുടങ്ങി ഏകദേശം 15-20 ലക്ഷം രൂപ വരെയുള്ള വണ്ടികൾ അവൈലബിൾ ആണ്. 15-18 ലക്ഷം രൂപ വരെയുള്ള വണ്ടികൾ അവൈലബിൾ ആണ്. സ്റ്റോക്ക് ഏകദേശം 50-ൽ പുറത്ത് വാഹനങ്ങൾ അവൈലബിൾ ആണ്. 50. അപ്പോൾ നമുക്ക് ലോ ബഡ്ജറ്റിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്കിപ്പോൾ വണ്ടികൾ കിടക്കുന്ന രീതി തന്നെ അങ്ങ് കാണിച്ചു. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാം കറങ്ങി മിക്സായി വരും. അതെ, ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരുപാട് വണ്ടികളുണ്ട്. ഇവിടെ നിന്ന് ഇപ്പം ഇവിടെ ഉള്ളത് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപോവാം. അതെ, നല്ലത്. അപ്പോൾ ഇത് 2015 പെട്രോള് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. വെർണ, ഹുണ്ടായി വെർണ. പിന്നെ പ്രൊജക്ട് ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം, എയർ ബാഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്ന മോഡൽ പെട്രോൾ വണ്ടി. 1.6 വരുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. 45,000 കിലോമീറ്റർ. റീപ്ലേസ്മെൻറ്റ്, ആക്സിഡൻ്റ് ഒന്നുമില്ല. ഡയമണ്ട് കട്ട് അലോയ്സ് ഒക്കെ വരുന്ന മോഡലാണ്. ടോപ്പ് എൻഡ് വണ്ടിയാണ് ഈ വണ്ടി. ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു 5.5 ലക്ഷം രൂപ ബഡ്ജറ്റിലാണ് വണ്ടി വരണ കൊടുക്കുക. അതും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നമുക്കത് മാക്സിമം ഒരു 5 ലക്ഷം രൂപയ്ക്കകത്ത് ഫിനാൻസ് അറേഞ്ച് കൊടുക്കാം. അടുത്തത് 2018 മോഡൽ ബലേനോ ഫുൾ ഓപ്ഷനാണ്. ബലേനോ സീറ്റ. ഇത് അലോയ് വീലും അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ളത്. 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. നമ്മൾ ഈ വണ്ടിക്ക് പ്രതീക്ഷിക്കുന്നത് 5,75,000 രൂപ. 5,75,000. അതെ, 5 ലക്ഷം രൂപ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. 5 ലക്ഷം രൂപ ലോൺ അറേഞ്ച് കൊടുക്കാം. ഇത് ടാക്സി പെർമിറ്റ് വരുന്നതാണ്. 2018 ടിഗോർ ആണ് ടാറ്റയുടെ. ടാക്സി പെർമിറ്റ് ഉണ്ട്. അപ്പോൾ ടാക്സി പെർമിറ്റ് ഉദ്ദേശത്തിന് ആർക്കെങ്കിലും വണ്ടി ആവശ്യമുണ്ടെങ്കിൽ ഇത് നോക്കാം. ഇത് ഒരു 4.5-4.60 ബഡ്ജറ്റിന് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 2018 മോഡൽ, ഡീസൽ, 1 ലക്ഷം കിലോമീറ്റർ ഓടി, ഡീസൽ, ടാക്സി പെർമിറ്റ് വണ്ടി. ഒരു 4.60 റേഞ്ചിനൊക്കെ കൊടുക്കാം. 4.60 റേഞ്ചിന് കൊടുക്കാം. ഇത് ഡീസലാണ്. 2010 മോഡൽ റിഡ്സ് VDI ആണ്. VDI ഡീസൽ വണ്ടി. അത്യാവശ്യം നല്ല കണ്ടീഷൻ, നല്ല മൈലേജ് കിട്ടുന്ന നല്ലൊരു ഫാമിലി കാറാണ് ഡീസൽ. ഇത് നമുക്കൊരു 2,10,000 രൂപ കൊടുക്കാം. 10,000 രൂപയ്ക്ക് 2010 മോഡൽ VDI ഇത് റിഡ്സ് നല്ല വണ്ടിയാണ്. ഫിനാൻസ് അല്ല, ഇതിന് 2011 ശേഷമുള്ളതിന് മാത്രമേ ലോൺ കിട്ടുള്ളൂ. 11 മുതൽ ഫിനാൻസ് ചെയ്യാം. 10 ഫിനാൻസ് കിട്ടൂലേ. ഇത് 2011 മോഡൽ ഓൾട്ടോ LXi ആണ്. പവർ സ്റ്റിയറിംഗ് ഉള്ളത്. 4 ടയർ പുതിയത്. 53,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ്. ആക്സിഡൻ്റ് ഒന്നുമില്ല. നമുക്കൊരു 1.60 റേഞ്ചിന് കൊടുക്കാം. 4 ടയറും പുതിയതാണ്. വണ്ടി നല്ല കണ്ടീഷൻ, സീറ്റുകാരെല്ലാം ചേരുന്നു. നല്ല വണ്ടിയാണ്. ഈ വിലയ്ക്ക് കൊടുക്കാം. ഇത് 2010 മോഡൽ VXi വാഗനറാണ്. 60,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. VXi ആകുമ്പം 4 പവർ വിൻഡോ എല്ലാം വരുന്ന മോഡൽ. അപ്പോൾ ഈ വണ്ടി ഞങ്ങൾ ഒരു 2,40,000 രൂപ കൊടുക്കാട്ടിരിക്കുകയാണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. VXi നല്ല കണ്ടീഷൻ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 240 2012 മോഡലാണ്. ഇതിനകത്ത് നമുക്ക് CNG ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. CNG ആഡ് ചെയ്തുകൊണ്ട് ഈ വണ്ടി കൂടുതൽ മൈലേജ് ഉണ്ട്. ഏകദേശം 20-ന് പുറത്ത് മൈലേജ് കിട്ടും. നോർമലി i10 ആണെങ്കിൽ ഒരു 10-12 മൈലേജ് കിട്ടുള്ളൂ. അപ്പോൾ 20-ന് പുറത്ത് മൈലേജ് കിട്ടും. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള 40,000 കിലോമീറ്റർ, 48,000 കിലോമീറ്റർ. നിലവിൽ തേർഡ് ഓണർഷിപ്പിലാണ്. തേർഡ് ഓണർഷിപ്പിലായിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെൻ്റ് ഇല്ല, ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. അഡീഷണൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി. ഈ വണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2,80,000 രൂപ കൊടുക്കുക. 2,80,000. നോർമൽ വണ്ടിയേക്കാളും വില എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 60,000 രൂപയ്ക്കുള്ള ഇത് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് CNG ചെയ്തിട്ട് 60,000 രൂപ ചിലവായിട്ടുണ്ട്. പിന്നെ അഡീഷണൽ മ്യൂസിക് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2,80,000 രൂപ ബഡ്ജറ്റിന് കൊടുക്കും. 12 മോഡൽ സാൻഡ്രോ ആണ്. സാൻഡ്രോ GLS AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്ന വണ്ടിയാണ്. 12 മോഡൽ. അപ്പോൾ ഇത് നമ്മൾ 1,85,000 രൂപയാണ് ചോദിക്കുന്നത്.
നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഇത് 2017 മോഡൽ പോളോ കംഫർട്ട് ലൈനാണ്, പെട്രോൾ ആണ്. ഇത് ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ അത് ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടി, നല്ല കണ്ടീഷനാണ്. ഇതുപോലെ ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്, പെട്രോൾ മോഡൽ. ഇത് നമ്മളൊരു 5,20,000 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. 5,20,000 പ്രതീക്ഷിക്കുന്നത്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്, ന്യൂ മോഡലാണ്. പോളോയുടെ കംഫർട്ട് ലൈൻ എന്നുള്ള വേരിയന്റ്. ഇത് 2017 രജിസ്റ്റർ ചെയ്യുന്ന വണ്ടിയാണ്. മഹേന്ദ്രയുടെ കോണ്ടോയാണ്, 7 സീറ്റർ വണ്ടി. ചെറിയ വണ്ടിയാണ് നമ്മുടെ 7 സീറ്ററാണ്. സൈലോയുടെ സെയിം വണ്ടി, ചെറിയ റേഞ്ച് ഉണ്ട്. ഈ വണ്ടി നമുക്കൊരു 3 ലക്ഷം രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപ 3.5 ചോദിക്കണം, എന്നാലും 3 ലക്ഷം രൂപ കൊടുക്കാം. മോഡൽ ഇനോവയാണ്, റീ-രജിസ്ട്രേഷനിൽ പറഞ്ഞാണ്. ഇപ്പോൾ ഡൽഹി രജിസ്ട്രേഷനിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്ത് നമ്പറിങ് ചെയ്ത് ഒരു 7,000 രൂപ കൊടുക്കാം. G4 വണ്ടിയാണ്, അലോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് 2008 മോഡലാണ്, ഹോണ്ട സിവിക് ആണ് വണ്ടി. സിവിക് പെട്രോൾ വേരിയന്റ് വരുന്നതാണ്. ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ വണ്ടിയാണ്. ഇത് മറ്റേ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല ലുക്കും നല്ല വലിപ്പം റോഡ് പ്രസൻസ് ഒക്കെ ഉള്ളതാണ്. ഇത് നമുക്കൊരു 1,75,000 രൂപ കൊടുക്കാം. ഫോർച്യൂണർ 2014 മോഡലാണ്. ഇത് ഓട്ടോമാറ്റിക് 4x2 വണ്ടി. ഇത് സിംഗിൾ ഓണറാണ്, 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഡൽഹി രജിസ്ട്രേഷനാണ് നിൽക്കുന്നത്. നമുക്കിവിടെ രജിസ്ട്രേഷൻ NOC എടുത്ത് കൊടുക്കാം. ഒരു 13,000 രൂപയ്ക്ക് NOC എടുത്ത് കൊടുക്കാം. 13,000 രൂപ 13,000 രൂപയ്ക്ക് NOC എടുത്ത് കൊടുക്കാം. ഓട്ടോമാറ്റിക് 4x2 വണ്ടി. ഓക്കെ ശരി. കാറ് ഇത് 4x4 ഓട്ടോമാറ്റിക് ആണ്, ഡീസലാണ്. 2021 മോഡൽ, വെറും 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. ഏകദേശം പുതിയ വണ്ടി 22 ലക്ഷം രൂപ വിലയുണ്ട്. 2 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് 16,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 16,50,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 16,000 രൂപ. ഇത് 2020 മോഡല് ടാറ്റ നെക്സോൺ ആണ്, XM എന്നുള്ള വേരിയന്റ്, പെട്രോൾ വണ്ടി. 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, സിംഗിൾ ഓണർ വണ്ടിയാണ്. നമുക്ക് 7.25 ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. 7.25. ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം, മാക്സിമം ഫിനാൻസും ചെയ്യാം. 2020 മോഡലാണ്. പുതിയ വണ്ടിക്ക് ഏകദേശം 11,000 രൂപ വിലയുണ്ട്. ഇത് ഹോണ്ടയുടെ അക്കോഡാണ് വണ്ടി. അക്കോഡ് ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന സാധനമാണ്. ഫുൾ സൈസ് സെഡാനാണ് ഹോണ്ട അക്കോഡ്. ലക്ഷറി വണ്ടിയാണ്, പെട്രോൾ ആണ്. പക്ഷേ ഇതിനകത്ത് ഡ്രോബാക്ക് മൈലേജ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇതാരും മൈലേജ് നോക്കി എടുക്കൂല. നല്ല പെർഫോമൻസിനും അതുപോലെ തന്നെ നല്ല മോഡിഫൈ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്, ഫുൾ സൈസ് സെഡാൻ. ഇത് 2008 വണ്ടി, 28 വരെ പേപ്പറുണ്ട്, പുതിയ ടെസ്റ്റ് എല്ലാം ചെയ്ത വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി ഫൈനൽ 3,50,000 രൂപ. 530 എന്ന് പറയുന്ന മോഡലാണ്, 2009 വണ്ടി. കമ്പനി സർവീസ്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി, ഫാൻസി നമ്പറൊക്കെ ഉള്ള വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. ഒന്നിൻ്റെ സർവീസൊക്കെ ചെയ്തിട്ടുണ്ട്, ഏകദേശം 2.5 ലക്ഷം രൂപ മുടക്കി സർവീസൊക്കെ ചെയ്തിട്ടുണ്ട്. ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു 7,75,000 രൂപയാണ് ചോദിക്കുന്നത്. ഒരു 7,000 രൂപ കിട്ടിയാലും കൊടുക്കാം ഫൈനൽ. 7,000 രൂപ കൊടുക്കാം ഫൈനൽ. ഇത് 2018 മോഡൽ ഹോണ്ട സിറ്റി ഡീസൽ വണ്ടി, ഫുൾ ഓപ്ഷനാണ്. സൺറൂഫ് എല്ലാം വരുന്ന VX എന്ന ഓപ്ഷനാണ്. 50,000 കിലോമീറ്റർ അകത്തെ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ്, സെക്കൻഡ് ഓണറിൽ വരുന്ന വണ്ടി. റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ ഒന്നുമില്ല, നല്ല കണ്ടീഷൻ വണ്ടി. ഈ വണ്ടി നമ്മൾ 11 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 11 ലക്ഷം രൂപ. അപ്പം നല്ല മൈലേജ് ഉള്ള ഡീസൽ വണ്ടിയാണ്. ഹോണ്ട സിറ്റിയുടെ VX ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ടോപ്പ് എൻഡ് വണ്ടി. ഇത് 2021 മോഡലാണ്. വണ്ടി നമ്മുടെ MG ഹെക്ടർ ആണ്, ഡീസൽ ഫുൾ ഓപ്ഷൻ, പനോരമിക് സൺറൂഫ് എല്ലാം വരുന്ന ഡീസൽ വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി. നല്ല ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഈ വണ്ടി നമ്മൾ വില പ്രതീക്ഷിക്കുന്നത് 18,000 വില. ഇതൊക്കെ നെഗോഷ്യബിൾ ആണ്. ഇതിൻ്റെ വണ്ടിക്ക് പുതിയ വണ്ടി ഏകദേശം 29 ലക്ഷം രൂപ വിലയുണ്ട്, 2 വർഷത്തെ പഴക്കമേ ഉള്ളൂ. അപ്പോൾ 18,000 ചോദിക്കുന്നു, നെഗോഷിയേഷൻ ചെയ്ത് കൊടുക്കാം. 18,000 അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം വില. ഇത് പോളോ ഹൈലൈൻ 2010 മോഡൽ ഡീസൽ വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അലോയ് ടച്ച് സെറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അലോയ് കമ്പനി വരുന്നതാണ്, എയർ ബാഗ് ഒക്കെ വരുന്ന മോഡൽ. 1 ലക്ഷം കിലോമീറ്റർ, 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ വണ്ടി നമുക്ക് ഫൈനൽ ഒരു 2,70,000 രൂപ ബഡ്ജറ്റിനകത്ത് കൊടുക്കാം. 2,70,000 കൊടുക്കാം. ഇത് 2012 മോഡൽ ZDI ഡിസയർ ആണ്, ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി. 1,70,000 അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസാണ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസിൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ഡീസൽ ആയതുകൊണ്ട് ഏകദേശം 10-20 മൈലേജ് കിട്ടും. നല്ല കണ്ടീഷനാണ്, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. വണ്ടി ഒരു 3.5 കൊടുക്കാം, ഒരു 3,45 വന്നാൽ കൊടുക്കാം. 3,45 കൊടുക്കാം. ഇത് 2013 ഡിസയർ ഡീസലാണ്. ഇതും ഫുൾ ഓപ്ഷൻ അല്ല, VDI ആണ്, മിഡിൽ ഓപ്ഷനാണ്. പിന്നെ ഇതിനകത്ത് അലോയ് വീലൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണറാണ്, നല്ല കണ്ടീഷനാണ്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. ഏകദേശം 20 പുറത്ത് മൈലേജ് കിട്ടുന്ന വണ്ടി തന്നെ, ഡിസയർ തന്നെ. അപ്പോൾ ഇത് നമ്മൾ വില പ്രതീക്ഷിക്കുന്നത് 4,20,000 വില. നമുക്ക് നെഗോഷിയേഷൻ ചെയ്ത് കൊടുക്കാം, മാക്സിമം ഫിനാൻസ് ഒക്കെ അറേഞ്ച് കൊടുക്കാം. 4,20,000. പിന്നെ അതുപോലെ ഉള്ളത് സിയാസ് ഉണ്ട്. സിയാസ് 2018 മോഡൽ
പെട്രോൾ വണ്ടി 80,000 കിലോമീറ്റർ ഓടിച്ചുകൊണ്ട് ഇത് ഫുൾ ഓപ്ഷനാണ് സീറ്റ് വരുന്നത്. ഇതിനകത്ത് പുഷ് ബട്ടണും അലോയ് എല്ലാം വരുന്ന മോഡലാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഈ വണ്ടി നമുക്ക് ഫൈനൽ ഒരു 6,000 രൂപയ്ക്ക് കൊടുക്കാം. 6 രൂപയ്ക്ക് കൊടുക്കുക. ഒരു 6 രൂപ ലോണൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ബൊലേറോ ഉണ്ട്. ബൊലേറോ വന്നിട്ട് 2012 മോഡലാണ്. 12 മോഡല് സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ 73,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. SLX ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോയിൽ വരുന്ന മോഡൽ. ടയറൊക്കെ പുതിയതാണ്. ഈ വണ്ടി സിംഗിൾ ഓണർ വണ്ടി നമ്മൾ 4,20,000 രൂപ കൊടുക്കാം. 4,20,000 കൊടുക്കാം. ഇത് 2021 ഈക്കോ ആണ്. 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. 11,000 കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടി. ഇത് 4,35,000 രൂപ കൊടുക്കാം. 4,35,000 കൊടുക്കാം. പുതിയ വണ്ടിക്ക് 6,000 രൂപയ്ക്കകത്ത് വിലയുണ്ട്. 6,500 ഉണ്ട്. 5 സീറ്റ് AC ആണ് വണ്ടി. ഇത് 2014 മോഡലാണ് വണ്ടി. ഡസ്റ്ററിന്റെ ഇത് ഒരു ലിമിറ്റഡ് എഡീഷൻ വരുന്ന മോഡൽ. അഡ്വഞ്ചർ എഡീഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് എഡീഷൻ വരുന്ന മോഡലാണ്. 2014 വണ്ടി. 1,00,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർഷിപ്പില്. ഇപ്പൊ ഈ വണ്ടി നമുക്ക് ഒരു 490, 480 റേഞ്ചിൽ കൊടുക്കാം. നല്ല വണ്ടി ആ റേഞ്ചിൽ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഹോണ്ട സിറ്റിയിലെ പെട്രോള് പുതിയ ഫുൾ ഓപ്ഷൻ വണ്ടി. സൺറൂഫ് എല്ലാം വരുന്ന മോഡലാണ്. ഹോണ്ട സിറ്റി പെട്രോൾ VX സിംഗിൾ ഓണറാണ്. ഇത് 70,000 കിലോമീറ്ററിനകത്തേ ഓടിയിട്ടുള്ളൂ. 62 സംതിങ് ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് വണ്ടിയാണ്. ഇത് നമുക്കൊരു 7,45 രൂപ കൊടുക്കാം. 7,45 കൊടുക്കാം. പിന്നെ ഇത് വന്നിട്ട് 2012 മോഡൽ പെട്രോളാണ്. VXI വണ്ടി 2012 മോഡൽ. അപ്പോൾ ഈ വണ്ടി നമുക്ക് ഫൈനലിൽ ഒരു 3,20,000 രൂപ കൊടുക്കാം. VXI വണ്ടി 80 ഓടിയ വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതും 13 മോഡൽ VXI തന്നെ. ഇതും 70 സംതിങ് കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഈ വണ്ടി അലോയിലൊക്കെ അഡീഷണൽ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഈ വണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്ന വില 3,85,000 രൂപ. പിന്നെ ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമ്മുടെ അടുത്തുള്ളത്. വാഗനാറിൻ്റെ VXI ഓട്ടോമാറ്റിക്. ഇത് നിലവിൽ തേർഡ് ഓണറായി. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3,50,000 രൂപയ്ക്ക് താഴെ ഈ വണ്ടി കൊടുക്കാം. പിന്നെ ഉള്ളത് സെലേരിയോയുടെ ലിമിറ്റഡ് എഡീഷൻ വണ്ടിയാണ്. സെലേരിയോ ലിമിറ്റഡ് എഡീഷനാണ്. സ്ക്വയർ ഫിറ്റിംഗ് ഒക്കെ വരുന്ന മോഡൽ. ഇത് വരുമ്പോൾ 2019 മോഡലാണ്. 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് വണ്ടി. ZXI എന്നുള്ള വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ വണ്ടി നമുക്ക് ഫൈനൽ ഒരു 4,50,000 രൂപ കൊടുക്കാം. 4,50,000 ഫൈനൽ കൊടുക്കാം. പിന്നെ ഉള്ളത് സെലീരിയോ ZXI തന്നെ 15 മോഡലാണ്. ഇത് 3,75 കൊടുക്കാൻ പറ്റിയതാണ്. 2015 മോഡൽ ZXI. അത് സെലേരിയോ തന്നെ. പിന്നെ നമ്മളതിൽ വെർണ ഡീസലുണ്ട്. ടെസ്റ്റ് കഴിഞ്ഞ 2008 വണ്ടിയാണ്. ഇത് ഒരു 1,500 രൂപ ബഡ്ജറ്റിന് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഫാമിലിക്ക് പറ്റിയ ഡീസൽ കാറ്. പിന്നെ അതുപോലെ തന്നെ സാൻഡ്രോ 2011 ഉണ്ട്. 1,60 റേഞ്ചിൽ കൊടുക്കാൻ പറ്റിയ വണ്ടി. 1,500 രൂപയ്ക്ക് കൊടുക്കാം ഫൈനല്. 2011. പിന്നെ 2 ഓൾട്ടോ രണ്ടെണ്ണം കിടപ്പുണ്ട്. രണ്ടും 2013 വണ്ടിയാണ്. 2,15,000 രൂപ ബഡ്ജറ്റിന് കൊടുക്കാം രണ്ടും. പിന്നെ ഒരു ലാസ്റ്റ് ഒരു വണ്ടി കിടപ്പുണ്ട്. ഇയോൺ ഉണ്ട്. ഇയോൺ വന്നിട്ട് 2018 മോഡലാണ്. ഇയോണ് ഏകദേശം ഒരു 2,45 ലക്ഷം രൂപ ബഡ്ജറ്റ് കൊടുക്കാം. ഒരു 90% ഫിനാൻസും അറേഞ്ച് കൊടുക്കാം. ലാസ്റ്റ് വണ്ടിയാണ്. അതെ. ബാക്കി ഏകദേശം വണ്ടികൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് വണ്ടികൾ നമ്മളെ യാർഡിൽ കൂടെ കിടപ്പുണ്ട്. അത് നമ്മളിവിടെ ഉള്ളതിൽ ഏകദേശം ലാസ്റ്റ് വണ്ടി ഇതാണ്. ഇത് 2023 വണ്ടിയാണ്. 2023 വണ്ടി 4,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ വണ്ടിയാണ്. XZ എന്ന് പറഞ്ഞ വേരിയന്റ് വരുന്നതാണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഈ വണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്ന വില 5,75,000 രൂപ. 5,75. ഈ വണ്ടി പുതിയതിന് ഏകദേശം 7 രൂപയ്ക്കകത്ത് വിലയുണ്ട്. 1 വർഷത്തിന് താഴെ മാത്രം പഴക്കം. 10 മാസമായിട്ട് ആയതേ ഉള്ളൂ. അപ്പോൾ ഈ വണ്ടി കൂടെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം ഇതിനാണെങ്കിലും മാക്സിമം ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതെ. നമ്മുടെ ഒരുവിധപ്പെട്ട എല്ലാ ബാങ്കുകളും ഫിനാൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പ്രൊഫൈലിന് മാച്ച് ആയിട്ടുള്ള രീതിയിലുള്ള ഫിനാൻസുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഒരാളുടെ കസ്റ്റമർ അറിഞ്ഞ് കസ്റ്റമറുടെ പ്രൊഫൈലിന് ഏത് ഫിനാൻസ് ആണോ മാച്ച് ആവുന്നത് അത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ചേട്ടാ ഇവിടെ ഈ പാർക്ക് ആൻഡ് സെയിൽ എങ്ങനെയാണ് ഇവിടെ? നമ്മൾ പാർക്ക് ആൻഡ് സെയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കസ്റ്റമർക്ക് വണ്ടികൾ വാങ്ങിക്കാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടോ. വിൽക്കാനുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇട്ടാണ് സെയിൽ ചെയ്ത് കൊടുക്കും. നമ്മൾ 2% കമ്മീഷനാണ് വാങ്ങിക്കുന്നത്. 2%? അതെ അതെ. അപ്പം ഇത്രയും നേരം നമ്മളുടെ സഹകരിച്ചത് വളരെ നന്ദി. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു കണ്ടന്റുമായി പുതിയൊരു വീഡിയോ കാണുന്നവരെ If you try, you just buy. Get a little bit of trouble,